يا حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا قاضي عياض رحمه الله رضي الله عنه أستاذنا الشهيد علوي بن أستاذ رضي الله تقي الدين محمد دارمي رضي الله عنه سيدنا الشتاري أستاذ رضي الله عنه وجميع ساداتنا الذين ماتوا في هذا الشر رضي الله عنهم اللهم انفعنا بهم بأسرارهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചു ഷഹാദത്ത് കൊണ്ടും അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കൊണ്ടും ഷാഹിദനാവുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീന എന്നതും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന തമ്മിൽ രണ്ടും കൂടെ നോക്കും വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുൽ വജൂദ് അവ്വലുൽ വജൂദ്, റഹ്മത്ത് ചെയ്യുക, റഹ്മത്ത് ചെയ്യുന്ന ആളാണ്. റഹ്മത്ത് ചെയ്യണമെങ്കിൽ ആർക്ക് വേണ്ടി റഹ്മത്ത് ചെയ്യണം? അവരുടെ വേണ്ടേ. അപ്പൊ തങ്ങള് സാക്ഷിയാവുക എന്നും പറയുന്നു. മനസ്സിലായില്ല? സാക്ഷിയാകൽ എങ്ങനെയൊക്കെ എന്നാണ് ഹദീസിൽ വിശദീകരിച്ച് കുറെ വിവരങ്ങളും കൂടെ പറയാം ഇൻഷാ അല്ലാഹ്. قال الله تعالى يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا. جمع الله في آيته في هذه الآية ضروبا من خطب الأسرة وجملة أوصاف من المدحة فجعله الله تعالى شاهدا على أمته. ഉമ്മത്തിന്റെ മേൽ ഷാഹിദാക്കി നമ്മൾ ചെയ്യുന്നതൊക്കെ അല്ലാഹു തആല റസൂൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലിനഫ്സി, അവിടുത്തെ നഫ്സിനെ ഷാഹിദാക്കി എങ്ങനെയാണ് ബിബലാഗിഹിം ഉമ്മത്തിന് എത്തിച്ചു കൊടുത്ത റിസാലത്ത്. അതൊന്നാണ് വഹിയ മിൻ ഖസായിസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തങ്ങളുടെ ഖുസൂസിയത്താണ് ഉമ്മത്തിന് സാക്ഷിയാവുക എന്നുള്ളത്. മറ്റുള്ള അമ്പിയാക്കന്മാർക്ക് ഉമ്മത്തുകളുടെ മേൽ സാക്ഷിയാണെങ്കിൽ ദലീൽ ചോദിക്കും അല്ലാഹു തആല അവരോട്. എന്താ ദലീലെന്ന്? അത് ദലീലാക്കി കൊണ്ടിട്ട് നമ്മളെയാണ്. അത് മുഹമ്മദ് എന്നൊരു പ്രവാചകൻ അവസാനം വന്നിരുന്നു. ആ പ്രവാചകനോട് ചോദിച്ചാൽ പറയും. മനസ്സിലായി? അപ്പം മറ്റുള്ള പ്രവാചകന്മാർ ഉമ്മത്തിന്റെ മേൽ സാക്ഷിയാകുമ്പം ഉമ്മത്തുകൾ പറയും ഞങ്ങൾക്കാരും വന്നില്ല എന്ന് പറയും. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്തിനെ കൊണ്ടുവന്ന് അവിടെ വിസ്താരം നടത്തുമ്പം പഠിച്ചവനെ നീ എന്നോട് പറഞ്ഞൊക്കെ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉമ്മത്തിനോട് ചോദിക്കും ഇയാൾ എത്തിച്ചു തന്നായിരുന്നോ? ഉമ്മത്തേ ഞങ്ങൾക്കാരും ഒരു നദീറും വന്നില്ല, ഒരു മുന്തിറും വന്നില്ല, ഒരു മുബശ്ശിറും വന്നില്ല. അപ്പൊ പിന്നെ പ്രവാചകൻ അപ്പൊ ചോദിക്കും മൂസാ നിങ്ങൾ പറഞ്ഞതിനെ നിങ്ങൾ അനുയായികൾ നിഷേധിക്കുന്നല്ലോ. അപ്പൊ വദ്ദലീൽ അലൽ മുദ്ദഈ എന്നാണല്ലോ, വാദിക്കുന്ന ആളിന് തെളിവ് കൊടുക്കേണ്ടി വരും. എന്താ നിങ്ങളെ തെളിവെന്ന് ചോദിക്കും. തെളിവ് ചോദിക്കുമ്പോഴാണ് അത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തുണ്ട്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുണ്ട്. അപ്പൊ നമ്മളിന് സാക്ഷിയാകും. നമ്മൾ സാക്ഷിയാകും മറ്റുള്ള ഉമ്മത്തുകളുടെ മേലല്ല. മറ്റുള്ള ഉമ്മത്തുകൾക്ക് ആ ഉമ്മത്തുകൾക്ക് ആ പ്രവാചകന്മാര് അവരെ ദൗത്യം നിർവഹിച്ചു എന്ന് നമ്മൾ സാക്ഷിയാകും. അതാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ പിന്നെ എന്തല്ല. لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة واصيلا എന്നൊക്കെ ഖുർആൻ ശരീഫ് കുറെ നോക്കിയാൽ കാണാൻ കഴിയും. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ മുബശ്ശിറാ. ജമഅ അല്ലാഹു തആല ഫീ ഹാദിഹിൽ ആയത്തി ളുറൂബൻ, ഒരുപാട് വിഭാഗങ്ങളെ മിൻ റുത്തബിൽ ഉസ്റത്തി വ ജുംലത്തി ഔസാഫി മിനൽ മിദ്ഹത്തി, ഒരുപാട് മദ്ഹുകളും ഒരുപാട് ഉസ്റത്തുകളും അടയാളങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആദരവുകൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിലായ നിലയില്. അല്ല
അപ്പൊ ജഅലഹു അല്ലാഹു തആല പ്രവാചകനെ ആക്കി ഷാഹിദൻ അലാ ഉമ്മത്തി നഫ്സി, എങ്ങനെ ബിബിലാഗിഹിം അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, അർരിസാലത്തിനെ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നടിസ്ഥാനത്തില് വഹിയ ഈ സാക്ഷിയാകൽ പ്രവാചകൻ ഉമ്മത്തിന്റെ മേലിൽ നഫ്സിഹി സാക്ഷിയാകൽ മിൻ ഖസായിസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തങ്ങളുടെ ഖുസൂസിയാത്തിൽപ്പെട്ടതാണ്. വേണ്ട, അത് തങ്ങളുടെ ഖുസൂസിയാത്തിൽപ്പെട്ടതാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള അമ്പിയാക്കന്മാരൊന്നും ഇല്ലെന്നോ? അങ്ങനെയാണ് അല്ലാഹു തആല പറഞ്ഞത്. അവിടെയാണ് മഹാനായ ആശയക്കാരൻ എഴുതി وقال الفاضل بن الحنبلي انما كانت الشهادة المذكورة من خصائصه صلى الله عليه وسلم لأن غيره من الأنبياء അമ്പിയാക്കന്മാരിൽ നിന്നും ബാക്കിയുള്ളവരെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്തവരെല്ലാം എന്താകുന്നു ഇൻകാന ദാ ഷഹാദത്തിൻ, അല്ല അവരൊക്കെ ഷഹാദത്താണ്, സാക്ഷികളാണെങ്കിലും സാക്ഷിയുടേവരാണെങ്കിലും ബിമുഖ്തദാ ഖൗലിഹി തആല വകൈഫ ഇദാ ജിനാ ബിക മിൻ കുല്ലി ഉമ്മത്തിൻ വകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ, എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നാൽ എല്ലാ ഉമ്മത്തുകളെയും ബിശഹീദോടുകൊണ്ട് കൊണ്ടുവരുന്നു, വജീനാ ബിക അലാ ഹൗലായി ഷഹീദാ, അപ്പൊ എല്ലാ ഉമ്മത്തിനെയും ആ ഉമ്മത്തിന് സാക്ഷിയായിക്കൊണ്ട് അവർക്കുള്ള പ്രവാചകന്മാർ വരും. ബി ഷഹീദ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. പക്ഷെ ആ ഷഹീദും ഈ ഷഹീദും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഷഹീദാകുമ്പോൾ അവിടെ ചോദ്യം വരും, മനസ്സിലായില്ല? ഇല്ലാ അന്നഹു മുതാലബും ബിൽ ബയ്യിനാ, ആ ഷഹീദിനോട് തേടപ്പെടും ബിൽ ബയ്യിനത്തി വശഹാദത്തുഹു ലാ തുഖ്ബലു, അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ഷഹാദത്ത് സ്വീകരിക്കപ്പെടുകയില്ല. ഇല്ലാ ബിശഹാദത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഉമ്മത്തിഹി, തങ്ങളും തങ്ങളുടെ ഉമ്മത്തും സാക്ഷിയാകണം അവർക്ക്, എന്നാലേ അതിനെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. നമുക്ക് നമ്മളുടെ ഉമ്മത്തിന്റെ മേല് പുന്നാര നബി സാക്ഷിയാകൽ അവിടെ തെളിവ് ചോദിക്കപ്പെടുന്നില്ല. കണ്ടോ, അതാണ് നമ്മളുടെ വ്യത്യാസം. وقد بين الله تعالى هذا بقوله تعالى, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കണ്ടാ വഉമ്മത്തി ലഹു ബിത്തബ്ലീഗ് ലിഖൗമിഹി ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറനാ ബിത്തബ്ലീഗ് ലിഉമ്മമിഹിം, പുന്നാര നബി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അവർക്കുള്ള പ്രവാചകന്മാർ വന്നു, അവർക്കെല്ലാം എത്തിച്ചു കൊടുക്കേണ്ടത് എത്തിച്ചു കൊടുത്തു, അവരവിശ്വസിച്ചു, കുറെ പേര് വിശ്വസിച്ചെന്ന് നമുക്ക് പ്രവാചകൻ പറഞ്ഞു തന്നതുകൊണ്ട് നമ്മൾ സാക്ഷിയാവും അവിടെ. ഫനഹനു നശ്ഹദു ബിദാലിക വഖദ് ബയ്യന അല്ലാഹു തആല ഹാദാ, ഇതിനെ അല്ലാഹു തആല എന്ത് ചെയ്തു വ്യക്തമാക്കി തന്നില്ലേ ബിഖൗലിഹി തആല ലിതകൂനൂ ശുഹദാ അലന്നാസ്, അന്നാസാവുന്ന നിങ്ങളാകുന്ന ഉമ്മത്ത് അല്ലാത്ത സർവ്വ ഉമ്മത്തുകളാകുന്ന അന്നാസിന്റെ മേൽ നിങ്ങൾ സാക്ഷിയാകാൻ വേണ്ടി വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ, ഈ ഒരു പവർ നമുക്കേ ഉള്ളൂ. ആ പവർ കിട്ടിയത് എന്തുകൊണ്ടാണ്? പുന്നാര നബിയെ കൊണ്ടാണ് നമുക്ക് പവർ കിട്ടിയത്. ലമ്മാ, അങ്ങനല്ലേ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞില്ലേ, ലമ്മാ ദഅല്ലാഹു ദാഇനാ ലിതഅതിഹി ബിഅക്രമിർ റുസുലി കുന്ന അക്രമൽ ഉമമി, ആദരണീയരിൽ വെച്ച് ഏറ്റവും ആദരണീയരായ പ്രവാചകനെ കൊണ്ട് നമ്മൾ ദഅവത്ത് ചെയ്തപ്പോൾ ദായികളാവുന്ന മദ്ഉകളാവുന്ന നമ്മളായിത്തീർന്നു. എന്തായിത്തീർന്നു? അക്രമൽ ഉമമീൻ. ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു അവരെല്ലാം ബർക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ. വേണ്ട, അതാണ് അവിടെ സാക്ഷിയും വിശദീകരണം. ഗഫിൽ ബുഖാരി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, വേണ്ട, അപ്പൊ നമ്മളെ അവലാക്കി വജഅൽനാ, അല്ലാഹു ജഅലനാ നമ്മളെ ആക്കി തന്നു അവലൻ മക്കാനൻ വഇൻകുന്നാ ആഖിറൻ സമാനൻ, സമാനാൽ നമ്മൾ അവസാനത്തിലാണെങ്കിലും സ്ഥാനമാനത്തിനാൽ നമ്മൾ അവലിലാണ്. ഫലില്ലാഹിൽ ഹംദു അലാ ദാലിക്. വഫിൽ ബുഖാരി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യുദ്ആ ബിനൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിനെ വിളിക്കപ്പെടും യൗമൽ ഖിയാമയിൽ. ഫയഖൂൽ ലബ്ബൈക റബ്ബി, പടച്ചോനെ നിനക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു. ഫയഖൂലു, അല്ലാഹു തആല ചോദിക്കും, ഹൽ ബല്ലഗ്ത, നൂഹേ നീ എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ഫയഖൂലു നഅം. ഫയുഖാൽ ലി ഉമ്മത്തിഹി, അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിനോട് ചോദിക്കപ്പെടും, ഹൽ ബല്ലഗക്കും, ഈ നൂഹ് നബി അലൈഹിസ്സലാം
നിങ്ങളിലേക്ക് വന്നിട്ട് വല്ലതും എത്തിച്ചു തന്നോ? അത് അവിടെ ഇവിടെയൊക്കെ ചില മുദരിസന്മാരെ ജോലി നോക്കിയിട്ട് അവിടെ കുട്ടികളെ അവിടെ ആക്കിയിട്ട് അവിടെ ഇവിടെ കറങ്ങുന്ന കണക്ക് കറങ്ങിയതാണ് നൂഹ് നബി അലൈഹി സ്വലാം. അൽബല്ലൂന ഈ ജനങ്ങൾ പറയും മാതാനാ മിൻ നദീർ. 950 വർഷം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ആ ജനങ്ങളിൽ ദഅവത്ത് നടത്തിയിട്ട് എന്തു ചെയ്തു? ആ ജനങ്ങൾ ആഖിറത്തിൽ നിഷേധിക്കുകയാണ്. ആ നിഷേധത്തിന് സാക്ഷികളാകുന്നത് നമ്മളാകുന്ന ഉമ്മത്താണ്, നമ്മുടെ പ്രവാചകനാകുന്ന പുന്നാര നബിയാണ്. അല്ലാഹു ചോദിക്കും നൂഹിനോട്, നൂഹേ മൻ യശ്ഹദു ലക, ആരാണ് നിങ്ങൾക്ക് സാക്ഷിയാകുന്നത്? ഫയഖൂലു നൂഹ് നബി അലൈഹിസ്സലാം പറയും മുഹമ്മദുൻ വ ഉമ്മത്തുഹു ഫയശ്ഹദൂൻ അൽ ഹദീദ്. കണ്ടോ? തിരിഞ്ഞോ? ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ, കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി ഇത്തിബാഅ് ചെയ്ത ഉമ്മത്തുകൾ അനുയായികളാണോ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ ഇവിടെ എന്ത് നോക്കി എന്ത് ചെയ്തു എന്ന് അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹിന് പറയാൻ പറ്റി, ഞാനായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വേണ്ടി ആടിനെ ഇറക്കാൻ ഞാൻ 10 കൊടുത്തിട്ടാണ് അല്ലാഹു തആല ആട്ടിനെ ഇറക്കിയത്. ഞാൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിലുണ്ടായതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്ത് രക്ഷപ്പെട്ടത്. അതേ പ്രകാരം തന്നെ അതൊന്നും വാറോലകളായി തള്ളിക്കളയേണ്ടതല്ല. അത് പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ അതിന്റെ യഥാവണ്ണം മനസ്സിലാക്കിയാൽ അതൊന്നും അനകുന്തു മഅ നൂഹിൻ ഫീ സഫീനത്തി. ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞാൽ